ഇരുപതുകാരൻ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമുക്ക് കൈകോർക്കാം. തകർന്നുപോയ സ്വപ്നങ്ങളും പിളർന്നുപോയ ശിരസുമായി ഒരു ഇരുപതുകാരൻ. ചടയമംഗലം മാർത്താമ കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിയും കണ്ണനല്ലൂർ കാറ്റാടിമുക്ക് കക്കക്കുന്നുവിള വീട്ടിൽ താമസക്കാരനുമായ 20 വയസ്സുള്ള അശ്വിൻ സുമനസുകളുടെ കനിവിനായി കാത്തിരിക്കുന്നു. വിധിയുടെ ക്രൂരത. ഒരു പ്രഭാതത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 9-നായിരുന്നു അശ്വിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദുരന്തം. രാവിലെ കോളേജിലേക്ക് പോകും വഴി സുഹൃത്തിന്റെ ബൈക്കിൽ പ്രഭാത ഭക്ഷണം വാങ്ങാൻ പോയതായിരുന്നു അശ്വിൻ. എന്നാൽ അതിവേഗത്തിൽ വന്ന ഒരു കാർ അശ്വിനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിന്റെ ആഘാതത്തിൽ ആ യുവാവിന്റെ തലയൊട്ടി 2ആയി പിളർന്നുപോയി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ 40 ദിവസത്തോളം നീണ്ട തീവ്ര പരിചരണത്തിനൊടുവിൽ ഡോക്ടർമാരുടെ കഠിന ശ്രമത്താൽ അശ്വിൻ മരണത്തെ തോൽപ്പിച്ച് തിരികെ വന്നു. എന്നാൽ തലയൊട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ 48% ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. ഇനിയുള്ളത് നിർണായകമായ 2ാമത്തെ പോരാട്ടം. നിലവിൽ അശ്വിൻ നേരിടുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. എൻ്റെ മകനാണ് അശ്വിൻ എന്ന പേര്. BBA ലോജിസ്റ്റിക്കിന് പഠിക്കുകയാണ്. ചടയമംഗലം കോളേജ്. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു മകനാണ്. എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യുമായിരുന്നു. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. എൻ്റെ മകന് ഇനിയും ചികിത്സയ്ക്ക് സഹായം ആവശ്യമാണ്. നീക്കം ചെയ്ത തലയൊട്ടിക്ക് പകരം ആർട്ടിഫിഷ്യൽ സ്കൾ, അതായത് കൃത്രിമ തലയൊട്ടി വെച്ച് പിടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഇതിനായി കൃത്രിമ തലയൊട്ടി ഇതിനോടകം ബുക്ക് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി 20 ലക്ഷത്തോളം രൂപ ഇനിയും ആവശ്യമാണ്. അവധി ദിവസങ്ങളിൽ കൂലിപ്പണിക്ക് പോയി സ്വന്തം പഠന ചെലവ് കണ്ടെത്തിയിരുന്ന മിടുക്കനായിരുന്നു അശ്വിൻ. ഞാൻ കോട്ടയം സ്റ്റാൻഡിലെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ മകൻ ഫെബ്രുവരി 9-ാം തീയതി കോളേജിലേക്ക് പോകും വഴി കോളേജിൽ ബസ്സിലാണ് സാധാരണയായി പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കാപ്പി കുടിക്കാനായി സുഹൃത്തിൻ്റെ ബൈക്കും എടുത്ത് ഹോട്ടലിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവരൊരു പോക്കറ്റ് റോഡിൽ വന്നൊരു കാറ് അവൻ്റെ ബൈക്ക് ഇടിക്കുകയും അവന് മാരകമായി തലയ്ക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഉടൻ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സും നാട്ടുകാരും ചേർന്ന് അവനെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. അത് 40 ദിവസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. ഏകദേശം 29 ലക്ഷത്തോളം രൂപയായി. ഞാൻ ഇത്രയും വരെ എത്തിക്കാനായി നാട്ടുകാരുടെ ഒരുപാട് സഹായവും വീടും വസ്തുവും ഉണ്ടായിരുന്നു. എനിക്ക് മുൻപ് തന്നെ അതിനകത്ത് കടം ബാധ്യത ഉള്ളതിനാൽ അത് വീണ്ടും ലോൺ വെച്ച് അത് പൈസ എടുക്കുകയും ചെയ്തു. ഇനിയുള്ള ചികിത്സയ്ക്കായി അവൻ്റെ തലയുടെ 48% തലയൊട്ടി റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് ആർട്ടിഫിഷ്യൽ സ്കൾ വയ്ക്കുന്നതിനായി ഏകദേശം 12 ലക്ഷത്തിൽ പുറം രൂപ ആവശ്യമുണ്ട്. അത് തുടർ ചികിത്സയ്ക്കുമായി 20 ലക്ഷം രൂപയാണ് പറയുന്നത്. മനസ്സുകളായിട്ടുള്ള എല്ലാവരുടെയും സഹായം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ അശ്വിന്റെ പിതാവ് കൊട്ടിയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആദ്യഘട്ട ചികിത്സയ്ക്കായി ഇതിനോടകം 29 ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞു. സ്വന്തം വീടും സ്ഥലവും പണയപ്പെടുത്തിയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായം സ്വീകരിച്ചുമാണ് ആ തുക കണ്ടെത്തിയത്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ മുന്നിൽ വഴികളെല്ലാം അടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വീടിനും നാടിനും സുപരിചിതനും എല്ലാവർക്കും സഹായിയുമായ ഒരു ഓമന മകനായിരുന്നു അശ്വിൻ. അതോടൊപ്പം തന്നെ 20 വയസ്സ് മാത്രം പ്രായമുള്ള അശ്വിൻ പഠനാവശ്യത്തിനായിട്ടുള്ള സമ്പത്ത് കണ്ടെത്തിയിരുന്നത് കൊച്ചു ജോലികൾ ചെയ്താണ്. അത്തരത്തിലുള്ള ആ മകൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മകനെ പഴയതുപോലെ ഒന്ന് കാണാൻ, അവനെ വീണ്ടും കലാലയത്തിലേക്ക് അയക്കാൻ ഈ പാവം പിതാവിനും കുടുംബത്തിനും ഇനിയും ഒരു വലിയ തുക വേണം. നമുക്ക് കൈകോർക്കാം അശ്വിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. സുമനസ്സുകളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം അനിവാര്യമാണ്. നമ്മൾ നൽകുന്ന ചെറിയൊരു തുക പോലും ഈ യുവാവിന്റെ വലിയൊരു മാറ്റത്തിന് കാരണമാകും. അശ്വിൻ വീണ്ടും ചിരിക്കട്ടെ. ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വാർത്താക്കുറിപ്പ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഒരു നിമിഷത്തെ നിങ്ങളുടെ ഷെയർ അശ്വിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.